Hello my dear friends, welcome to our YouTube channel The Garden Maker. എപ്പീഷ്യ പ്ലാന്റ്സിൻ്റെ കെയറിംഗ് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇതുപോലെയുള്ള എപ്പീഷ്യ പ്ലാന്റ്സിൽ എങ്ങനെ നിറയെ പൂവിരിയിക്കാം എന്ന് പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന എപ്പീഷ്യ അഥവാ ഫ്ലെയിം വയലറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റ് ഒരുപാട് വെറൈറ്റിയിൽ ഉണ്ട്. ഹാങ്ങിങ്ങായും അല്ലാതെയും ഒക്കെ ഈ പ്ലാന്റ്സ് വളർത്താം. വളരെ ഭംഗിയുള്ള നിറയെ പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണിത്. അതുപോലെ ഇതിൻ്റെ ലീവ്സിനും വളരെ ഭംഗിയാണ്. ഈ ചെടിയുടെ വെറൈറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ പൂക്കൾ വ്യത്യസ്തമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്ലാന്റ്സിനെ വളരെ മനോഹരമായിട്ട് നമുക്ക് വളർത്താൻ കഴിയും. ഇതിന് മെയിനായിട്ട് വേണ്ടത് ചെറിയ സൺലൈറ്റാണ്. രാവിലെയും വൈകുന്നേരവും ലൈറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള ഷെയ്ഡഡ് ഏരിയയാണ് ഈ പ്ലാന്റ്സ് വളർത്താൻ കൂടുതൽ നല്ലത്. കൂടുതൽ സൂര്യപ്രകാശമേറ്റാൽ ഈ പ്ലാന്റ്സ് നശിച്ചു പോകും. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നന്നായിട്ട് വെള്ളം വാർന്നു പോകത്തക്ക രീതിയിലുള്ളൊരു പോട്ടിംഗ് മിക്സാണ് ഈ എപ്പീഷ്യ പ്ലാന്റ്സിന് വേണ്ടത്. അതിൻ്റെ സ്റ്റെം വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ ഈ പ്ലാന്റ് ചീഞ്ഞു പോകും. അതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മിൽ വെള്ളം അബ്സോർബ് ചെയ്ത് വയ്ക്കാനുള്ള കഴിവും ഈ എപ്പീഷ്യ പ്ലാന്റ്സിന് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് കൂടുതലായിട്ട് വെള്ളം ആവശ്യമില്ല എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് മണ്ണും മണലും കമ്പോസ്റ്റും കരിയിലയും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത ഒരു പോട്ടിംഗ് മിക്സ് ആണെങ്കിൽ വളരെ നന്നായിട്ട് ഈ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളർത്താൻ കഴിയും. ബുഷിയായിട്ട് വളർത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ നീണ്ടു വരുന്ന സ്റ്റെംസ് കട്ട് ചെയ്ത് കൊടുത്താൽ കൂടുതൽ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. ഈ ചെറിയ സ്റ്റെം കട്ട് ചെയ്യുന്നത് നമുക്ക് ഇതുപോലെയുള്ളൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി അതിലേക്ക് നട്ടുപിടിപ്പിച്ചാൽ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് കഴിയും. അതുപോലെ പൂക്കൾ കുറവാണെങ്കിൽ നമുക്ക് NPKയും മിറാക്കിൾ 20യും ഒക്കെ പോലെയുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാം. അതുപോലെ പച്ച ചാണകം കലക്കി അതിൻ്റെ തെളി ഒഴിച്ചു കൊടുത്താലും പൂക്കൾ നന്നായിട്ടുണ്ടാകും. അതുപോലെ പോട്ടിംഗ് മിക്സ് കറക്റ്റായിരുന്നാൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുമെന്ന് പറഞ്ഞല്ലോ. മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഇതിൽ കൂടുതൽ പൂക്കൾ കിട്ടുന്നത്. ഇതിൻ്റെ ഇലകൾ തൊട്ട് നോക്കിയാൽ നല്ല വെൽവെറ്റ് ഫിനിഷാണുള്ളത്. ഇലയും പൂക്കളും ഒന്നുപോലെ മനോഹരമാണ് എപ്പീഷ്യ പ്ലാന്റ്സിന്. അതുകൊണ്ട് എപ്പീഷ്യ പ്ലാന്റ്സ് നമ്മുടെ ഗാർഡനെ കൂടുതൽ മനോഹരമാക്കും. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.